ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ ഈവനിങ് ഓഫീസിൽ നിന്ന് എത്തി. അപ്പോൾ ഞാൻ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഡേ ഇൻ മൈ ലൈഫ് അല്ല, ഈവനിങ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഒരു ഈവനിങ് ടൈം മാത്രം എടുക്കാനുള്ള സമയം ഇപ്പോൾ കിട്ടുള്ളൂ. അപ്പോൾ സ്കൈ ഞാൻ നോക്കിയ സമയത്താണ് സ്കൈ എന്ത് കഴിഞ്ഞാൽ ഞാൻ ചില ഷോർട്സ് ആയിട്ടും അതേപോലെ തന്നെ ലോങ് വീഡിയോ ആയിട്ട് ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നില്ല, ഷോർട്സ് ആയിട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനലിൽ കയറി കഴിഞ്ഞാൽ എന്താ പറയുക, ഇവിടുത്തെ സ്കൈ ഇപ്പോൾ ബാംഗ്ലൂരിലെ വെതർ വളരെ കിഡിലനായിട്ട് കിടക്കുന്ന ഒരു സമയമാണ്. അതായത് രാവിലെ നമുക്ക് എണീക്കാൻ ഒന്നിനും തോന്നില്ല, അത്രയും തണുപ്പാണ്. പിന്നെ മഴ ഉണ്ടോ എന്ന് ചോദിച്ചാൽ മഴ പെയ്യും, പക്ഷേ അതേ ഫോഴ്സിൽ മഴ നിൽക്കും, വീണ്ടും അതേ ഫോഴ്സിൽ പെയ്യും. അങ്ങനെയൊക്കെയാണ്. നാട്ടിലും അങ്ങനെ തന്നെയാണെന്ന് തോന്നുന്നു, അമ്മയൊക്കെ അങ്ങനെ പറയാറുണ്ട്. അപ്പോൾ നമുക്ക് സ്കൈ കാര്യം പറഞ്ഞപ്പോഴാണ് സ്കൈ നല്ല ഭംഗി കിടക്കുന്നുണ്ട്. കണ്ടോ, എനിക്കിങ്ങനെ കുറേ മോഡൽ ഇങ്ങനെ ഭംഗിയിൽ സ്കൈ കാണാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ട് തന്നെ ഞാൻ ചാനലിൽ കുറേ സ്കൈൻ്റെ ഇട്ടിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ കയറി കാണുന്ന കൂട്ടത്തിൽ വീഡിയോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും. പിന്നെ ലോങ് വീഡിയോ ഇട്ടിട്ട് കുറേ ആയി, അപ്പോൾ വേറെ വിശേഷങ്ങളൊന്നും ഇല്ല. ഞാൻ ഈവനിങ് വ്ളോഗ് ഇടാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഞാൻ വരുന്ന വഴിക്ക് എടുക്കാൻ പറ്റിയിട്ടില്ല, മഴയൊക്കെ ആയിരുന്നു. നമ്മൾ വേഗം ഓടി കയറാനാണ് നോക്കുക. അപ്പോൾ ഞാൻ എന്തായാലും കുളിക്കാൻ വേണ്ടി പോവാണ്, വന്ന പാടെയാണ്. അപ്പോൾ തലയിൽ ഞാൻ എണ്ണ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ കുളിച്ച് വന്നിട്ട് കാണാം. ഇവിടുത്തെ വെള്ളത്തിന് എന്താ അറിയില്ല കേട്ടോ ഗൈസ്, എന്താ അറിയില്ല എന്നല്ല, എപ്പോഴും അങ്ങനെ തന്നെ. പക്ഷേ ഞാൻ അതിന് മുമ്പ് PGയിൽ നിന്നിരുന്ന സമയത്താണെങ്കിൽ നമുക്ക് ഇഷ്യൂ ഇല്ലായിരുന്നു. എന്താണെന്നറിയില്ല, അവിടുത്തെ വെള്ളം ഇത്ര ഹാർഡല്ലായിരുന്നു. അതായത് ഇവിടുന്ന് കുളിച്ച് കഴിഞ്ഞാൽ എനിക്ക് എപ്പോഴും മുടി ഭയങ്കര ഹാർഡായിട്ട് പോവാണ്. എണ്ണ വെച്ച് കഴിഞ്ഞാലൊന്നും അതിൻ്റെ ഒരു അപ്പോൾ തന്നെ ഞാൻ എന്ത് ചെയ്യുമെന്നറിയോ, ചില സമയത്തൊക്കെ ഞാൻ ഇവിടുന്ന് എനിക്ക് അങ്ങനെ പറ്റിയിട്ടില്ല. ഭയങ്കര മുടി ഹാർഡായി പോവുക എണ്ണ അയച്ച് കുളിച്ചിട്ടുണ്ടെങ്കിൽ. പക്ഷെ നേരെ മറിച്ച് ഷാമ്പും കണ്ടീഷണറും കൂടെ അതിൻ്റെ കൂട്ടത്തിൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് സെറ്റാണ്, മുടി സോഫ്റ്റായി നിൽക്കും. പിന്നെ സ്ട്രൈറ്റനും കൂടി ചെയ്താൽ സെറ്റാണ്. പക്ഷേ മഴക്കാലത്ത് നമുക്ക് അങ്ങനെ ചെയ്തിട്ട് പോകാൻ പറ്റില്ല. അപ്പോൾ എന്തോ ഞാൻ പറഞ്ഞതേ. അപ്പോൾ ഗൈസ് നല്ലൊരു വ്യൂ ആണ്. അപ്പോൾ കുറച്ച് നേരം നമുക്കിങ്ങനെ ഇവിടെ ഇങ്ങനെ നിന്ന് ജോളിമലയൊക്കെ ഇട്ട് കുളിക്കാൻ പോവാം. അപ്പോൾ ഗൈസ് കുളി കഴിഞ്ഞ് വന്നിട്ട് നമുക്കപ്പോൾ ബാക്കി വീഡിയോസ് കാണാം. പ്രത്യേകിച്ചൊന്നും ഇല്ല കേട്ടോ. നൈറ്റ് ഞാൻ ഒരു വ്ളോഗ് എടുക്കാമെന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ, കുറേ കാലമായില്ലേ. അപ്പോൾ ഞാൻ എന്തായാലും കുളിച്ചിട്ട് കാണാം ഗൈസ്. നമ്മൾ കുളിച്ചു വന്നു. നമുക്ക് കുറച്ച് ഡ്രസ്സ് തോരിടാണ്ട് ഗൈസ്, നമുക്കത് പോയിട്ട് ഇട്ടിട്ട് വരാം. ഗൈസ് അപ്പോൾ നമ്മളെ കുളിയൊക്കെ കഴിഞ്ഞു, ഫ്രഷായി. നമുക്ക് എനിക്കൊരു ജസ്റ്റ് ഒരു ഇതുണ്ടായിരുന്നു, ഒരു പരിപാടി ഉണ്ട്. അതായത് എനിക്കൊരു ഞാനൊരു ക്ലാസ് അറ്റൻഡ് ചെയ്യേണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് ആ ക്ലാസ് ഉണ്ട് ഇപ്പോൾ. അപ്പോൾ ഞാനത് കഴിഞ്ഞിട്ട് നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിനാണ് വായിൽ വരുന്നത് ഗൈസ്. നോട്ട് ബ്രേക്ക്ഫാസ്റ്റ്, ഡിന്നർ കഴിക്കണം. അപ്പോൾ ഞാൻ ഇന്നലെ ഒരു റോള് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ആ റോള് ഒന്ന് എയർ ഫ്രയറിലിട്ടിട്ട് ഒന്ന് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. എന്നിട്ട് നമുക്കത് കഴിക്കാം. പ്ലസ് നമുക്ക് ആ ക്ലാസ്സും കൂടി കേൾക്കാം. ഡിന്നർ നമ്മൾ ഓൾറെഡി കുക്ക് ചെയ്തതാണ്. അപ്പോൾ ഡിന്നർ കുക്ക് ചെയ്യണത് പോലെ ഈ വീഡിയോ കാണിക്കാനില്ല. ഡിന്നർ ചപ്പാത്തിയും ചിക്കൻ കറിയാണ് ഗൈസ്. അപ്പോൾ നമ്മൾ മിഞ്ഞാന്ന് കുക്ക് ചെയ്ത് വെച്ചതുകൊണ്ടാണ് ചപ്പാത്തി, മറ്റേ പാക്കറ്റ് ചപ്പാത്തി. അപ്പോൾ നമുക്ക് അതൊന്ന് കുക്ക് ചെയ്തെടുക്കണം, മാത്രമേ ഉള്ളൂ. കറി ചൂടാക്കണം, ഫുഡ് കഴിക്കും ഗൈസ്. ഇത് നമുക്ക് പ്രീ ഹീറ്റ് ചെയ്തെടുക്കാനുള്ള സാധനമാണ് കേട്ടോ. നമുക്കൊന്ന് എയർ ഫ്രയറിലിട്ട് വെക്കാം. കമൺ ഗൈസ്. ഈ ഒരു സാധനം ഞാൻ ഇന്നലെ മടിവാടം കാണിച്ചാണ്, പാച്ചു റോൾസ് എന്ന്. നമുക്കത് എന്തായാലും ഇതിലിട്ട് നോക്കാം എയർ ഫ്രയറിൽ. കാരണം ഇതിപ്പോൾ ഭയങ്കര ഫ്രീസ് ആയിട്ടിരിക്കുക. അപ്പോൾ വിശന്നപ്പം എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. നമുക്ക് പിസ്സേൻ്റെ ഇടാം. നമുക്കൊന്ന് കഴിക്കാം. ഇന്നലത്തെ റോള് ഞാൻ രണ്ട് പീസാക്കി ഗൈസ്. ഇത് എന്നിട്ട് എയർ ഫ്രയറിലിട്ടിട്ട് എടുത്തു. നമുക്കിത് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഇത് എന്താ പറയുക, ഇന്നലെ കഴിക്കാൻ കുറച്ചും കൂടി സോഫ്റ്റ് ആയിരുന്നു തോന്നുന്നു. ഞാൻ ലെമൺ ടീ ഉണ്ടാക്കി കുറച്ച് സോഫ്റ്റ് പോയിട്ടുണ്ട്. ആ റൊട്ടി ഭയങ്കര ഹാർഡായിട്ടുണ്ട്, കുഴപ്പമില്ല.
ശരി ഗൈസ്, അപ്പോൾ ഇത് കഴിച്ചിട്ട് കാണാം. ഗായ്സ്, അപ്പോൾ നമ്മൾ ഫുള്ള് സ്ട്രെയിറ്റനിങ് ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞാൻ ഇത് ഡിന്നർ കഴിച്ചു. അപ്പോൾ ഞാൻ ചപ്പാത്തിയും ചിക്കനാണ് കഴിച്ചത്. അപ്പോൾ എനിക്കത് നിങ്ങളെ കാണിക്കാൻ പറ്റിയില്ല. ഞാൻ ഫുഡ് പെട്ടെന്ന് എനിക്കൊരു ക്ലാസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ ക്ലാസ് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് ഫുഡ് ഉൾക്കൊണ്ട് കഴിച്ചു. അതുകൊണ്ട് തന്നെ വ്ളോഗ് എടുക്കാൻ ഞാൻ മറന്നുപോയി. ശരിക്കും ഞാൻ മറന്നു. അപ്പോൾ ഗൈസ്, ഇന്നത്തെ വ്ളോഗ് ഇവിടെ എൻഡ് ചെയ്യാൻ പോകണം. നമ്മൾ ഈവനിങ് വ്ളോഗ്. അപ്പോൾ ഞാൻ കുറച്ച് മുമ്പ് തോരിടാൻ പോയ സമയത്ത് എൻ്റെ ക്ലിപ്പ് പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. അത് എടുക്കാൻ വേണ്ടി ഞാൻ പോയി. അപ്പോൾ ക്ലിപ്പ് പൊട്ടിയതാട്ടോ. ഇനി ഇത് ഫിറ്റ് ചെയ്യണം. അത് നമ്മൾ എന്തായാലും ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഫുഡ് കഴിക്കണമെങ്കിൽ കാണിക്കാൻ പറ്റിയിട്ടില്ല. കാരണം ആ സമയം ഞാൻ കഴിക്കണ ഒരു തിരക്കിലായപ്പോൾ ഞാനത് അങ്ങനെ വിട്ടുപോയി. ഫുഡ് ഒക്കെ കഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചപ്പാത്തിയും ചിക്കനൊക്കെ ആയിരുന്നു. ഇനി നമ്മൾ നേരെ കിടക്കാൻ പോവാണ്. അപ്പോൾ ടാറ്റ ബൈ ബൈ, സീ യു ഗേൾസ്. വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.